അതർ ക്യാമ്പസ് സ്റ്റോറിയാണ്. ആ സീനിയേഴ്സിലും 14 വർഷങ്ങൾക്ക് ശേഷം കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന 4 സുഹൃത്തുക്കളുടെ അതേ പറഞ്ഞത്. റോബിൻഹുഡ് ഇതുവരെ മലയാള സിനിമ കാണാത്തൊരു മൂവിയായിരുന്നു. കാര്യം ആ സമയത്താണ് ATM ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ എന്ത് പറയുന്നു അതായിരുന്നു അതെ മലയാളികൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. കാര്യം അങ്ങനെ ഒരു റോബറി നടത്താൻ പറ്റുമെന്നോ ഒന്നും ആരും വിചാരിച്ചിട്ട്. കള്ളൻ്റെ കഥ പറയുമ്പോൾ സിനിമയുള്ള കാലം തൊട്ട് കള്ളൻ്റെ കഥ പറയുന്നു, കഥകളും ഒക്കെ ഉള്ള സമയം എന്താ ഡിഫറെൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് എന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് അന്ന് ATM ഒക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ കേട്ടിട്ടുണ്ട് മല്ലു സിംഗിനെ പറ്റി. ആദ്യം പൃഥ്വിരാജിനെയായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം ഉണ്ണിമൂന്തൻ എന്ന യുവനടനിലേക്ക് എത്തി. ഞാൻ ഈ പാറ്റേൺ ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്കത്ര വർക്കാവുമെന്ന് അറിയില്ല, ഞാൻ ട്രൈ ചെയ്തു. ഇതൊരു കോംപ്ലിക്കേറ്റഡ് പാസ്വേഡ് അല്ല അല്ലേ? ഓക്കെ. അല്ല. സ്റ്റിൽ ദ ഫോൺ ഈസ് ലോ. ഹായ് ഓൾ, വെൽക്കം ടു മല്ലു മാൻഡലിസ് വിഷ്ണു. നമ്മുടെ വീഡിയോസിൽ പലതും കണ്ടിട്ടുണ്ട് നമ്മൾ സ്ട്രീറ്റിൽ പോയി പെർഫോം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഒരാളുണ്ട്, മലയാളത്തിൻ്റെ സ്വന്തം റൈറ്റർ ഡയറക്ടർ സേതുചേട്ടൻ. സേതുചേട്ടാ നമസ്കാരം. 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 എന്നെ പരിചയപ്പെടലും കണ്ടില്ലായിരുന്നതിന് സന്തോഷം. ചേട്ടനെ പറ്റി നമ്മൾ ചേട്ടൻ്റെ മൂവീസ് കാണുമ്പോൾ എപ്പോഴും ചേട്ടൻ ഒരു സൈൻ തന്നിട്ടാണ് മലയാളം മൂവിയിലേക്ക് വന്നത്, ചോക്ലി. കാര്യം നമ്മളിവിടെ എല്ലാ ആണുങ്ങളുടെ ഒരു ആഗ്രഹമാണ് വുമൻസ് കോളേജിൽ പോയി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ആരൊക്കെ മലയാള സിനിമയിലേക്ക് ഒരു തിരക്കഥാകൃത്തായിട്ടോ ഡയറക്ടറായിട്ടോ വന്നേക്കും പുതുമ തന്നവർ മാത്രമേ നിന്നിട്ടുള്ളൂ. നമുക്ക് സിദ്ദിഖ് ലാലാണെങ്കിലും പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ പടം എല്ലാ കഥയിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും, നോവലായിട്ടുള്ള ഒരു തോട്ട്. അതെ. അതിനുശേഷം ഒരു കാലം വന്നുള്ളതായിരുന്നു അവരുടെ തോട്ട്. അതുപോലെ തന്നെ കോളേജ് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതാദ്യമായിരുന്നു. 2002 നമ്മളെന്ന് പറയുന്ന മൂവി ഇറങ്ങുന്നത്. അതിനുശേഷം പക്ഷെ അതൊരു നോർമൽ കോളേജ് സിനിമയായിരുന്നു. പക്ഷേ ഒരു വുമൻസ് കോളേജിൽ ഒരു ആൺകുട്ടി PG ആ തോട്ട് എങ്ങനെയായിരുന്നു ചേട്ടാ, ഒന്ന് പറയാമോ? ശരിക്കും പല കാര്യങ്ങളും ഒരു ഹിയർസയാണ്, നമ്മൾ എവിടെയോ കേട്ട കാര്യങ്ങളായിരിക്കും. അതിന് ആധികാരികമായിട്ട് അത് ശരിക്കും എവിടെയെങ്കിലും നിയമപരമായിട്ടുള്ളതാണോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും കണ്ടെത്തുന്നത്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ലോ കോളേജിൽ ട്രിവാൻഡ്രത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള അവിടെ ഒരു വിമൻസ് കോളേജ് എന്ന് പറയുന്ന കോളേജുണ്ട്, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്നത്. അവിടെ ഒരു ആൺകുട്ടി പഠിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കോട്ടയം BCM കോളേജിൽ പഠിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഇതുപോലെ ആൺകുട്ടികൾക്ക് PGക്ക് പഠിക്കാം അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കാം, പക്ഷെ ആരും അവെയിൽ ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നുന്ന ഒരു തോട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊരു സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ എപ്പോഴും ഒരു സിനിമ പറയാൻ നേരത്ത് ഈ പറയുന്ന അതിൻ്റെ ഒരു ശരിക്കും ഒരു കഥ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ഫിക്ഷണൽ ആവാം. പക്ഷെ ഫിക്ഷണൽ എന്ന് പറയുമ്പോൾ അതിനത്ര ഇത് കിട്ടില്ല, പ്രത്യേകിച്ച് ഒരു കോളേജ് സ്റ്റോറി പറയും. അപ്പോൾ അന്ന് ഞാൻ സച്ചിൻ കൂടിയാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ കുറേ യൂണിവേഴ്സിറ്റി റൂൾസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. സച്ചിയുടെ സിസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ റൂളിലെങ്ങാണ്ടും ഒരു സെൻറ്റൻസ് ഉണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ് എ പെർസെൻറ്റേജ് ഓഫ് എ സീറ്റ് ഈസ് റിസർവ് ഫോർ ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറയുന്ന ഒരു ക്ലോസ് പോയി എന്തോ ഒരു സംഭവം ഉണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റ് വെച്ചിട്ട് അപ്പോൾ PGക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യാമല്ലോ എന്ന് പറയുന്ന ഒരു തോട്ടാണ് ഞങ്ങൾ ഷാഫിയായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈവൻ ഒരു കഥ പോലും ഇല്ലാന്ന് ഷാഫിയുടെ അടുത്ത് പറയുന്നത്. ആ റൂള് മാത്രമേ, ആ റൂളും പിന്നെ ഇങ്ങനത്തെ ഒരു സിനിമയ്ക്കുള്ള സാധ്യത അതിനകത്തുണ്ടെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഷാഫിയുടെ അടുത്ത് പറഞ്ഞു, ഷാഫിയുടെ അടുത്ത് കൊള്ളാമല്ലോ, ഒരു സിനിമയ്ക്കുള്ള ഇതുണ്ട്, നമുക്കിത് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആലോചിച്ച് തുടങ്ങുന്നതും ആ കഥയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ സീനിയേഴ്സ് എന്ന് പറഞ്ഞ സിനിമ അത് അതർ ക്യാമ്പസ് സ്റ്റോറിയാണ്. ആ സീനിയേഴ്സിലും 14 വർഷങ്ങൾക്ക് ശേഷം കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന 4 സുഹൃത്തുക്കളുടെ അതേ പറഞ്ഞത്. അത് ഫോർ എ റീസൺ, ഒരു കാരണമുണ്ട് അതിന്. അപ്പോൾ അതും ഒരു ക്യാമ്പസിലേക്ക് ബാക്ക് ടു കോളേജ് എന്ന് പറയുന്ന ഒരു അത് അതിൻ്റെ ഒരു പുതുമയാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു കോളേജ് ഇതൊക്കെ ആയിരിക്കും. എൻ്റെ ഇതിനകത്ത് അങ്ങനെയാണ്. കാരണം എല്ലാം ഇപ്പോൾ രാഷ്ട്രീയം ഉണ്ടാവും, കുറച്ച് കലാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം നമ്മുടെ ഒരു പരീക്ഷണശാലയാണ് കലാലയം. നമ്മളെപ്പോഴും എല്ലാത്തിനും ഒരാളുടെ ഒരു ഒരു വ്യക്തിത്വ വികാസം ഇതെല്ലാം അവിടെ നിന്നാണ് സംഭവിക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ കോളേജിൻ്റെ കഥകൾക്ക് എപ്പോഴും ഒരു ഇതുണ്ട്. അത് എത്ര കാലം കഴിഞ്ഞാലും പ്രണയം പറഞ്ഞാൽ തീരില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ക്യാമ്പസിൻ്റെ കഥയിൽ തീരില്ല. അങ്ങനെ ആലോചിച്ചാണ്. അപ്പോൾ ബാക്ക് ടു കോളേജ് എന്ന് പറയുന്നത് പുതിയൊരു കോൺസെപ്റ്റായിരുന്നു. അതാണ്
സീനിയേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. അതുപോലെ തന്നെ നിങ്ങൾ സിനിമയിലേക്ക് വരുമ്പോൾ, സച്ചേരനാണെങ്കിലും സേതുവേട്ടനാണെങ്കിലും ഒരുമിച്ച് സിനിമയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പില്ലറൊന്നും ഉണ്ടായില്ല, നിങ്ങളായിട്ട് തന്നെ വന്നതാണ്. ഇന്നത്തെക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ് അന്ന് മലയാള സിനിമയിലേക്ക് വരാൻ. ഒരു സ്വപ്നലോകം തന്നെയായിരുന്നു. എന്നിട്ടും നിങ്ങൾ ഒരു യുണീക്കായിട്ടുള്ള ഒരു തോട്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു? അല്ല, നമ്മൾ എല്ലാവരും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഭയങ്കര പാഷനേറ്റ് സിനിമ അല്ലേ? അതെ, മിക്കവാറും എല്ലാ ചെറുപ്പക്കാരും അതെ, എല്ലാവരും അതെ. അപ്പം ഞങ്ങളും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ വന്നിട്ട് ഭയങ്കര യുണീക്കായിട്ടൊരു സബ്ജക്റ്റ് ചോക്ലേറ്റിലേക്ക് എത്തിയതല്ല. ഇതിനു മുമ്പ് ചില കഥകളൊക്കെ നമ്മൾ ആലോചിക്കുകയും എന്നും നമ്മൾ സിനിമയിൽ കണ്ട് വരുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൺവെൻഷണലായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നോ രണ്ടോ പറഞ്ഞുകൊടുത്ത് സംവിധായകർ, ഇപ്പോൾ സിബി സാറിനെ പോലുള്ളവരും ലാൽ ജോസിനെ പോലുള്ളവരൊക്കെയാണ് പറഞ്ഞത്, നിങ്ങൾ 2 ലോയേഴ്സാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു വിഷയം ഇവിടെ പറയണ പാട്ടിന് പ്രാധാന്യമുള്ള പ്രണയത്തിന് പ്രാധാന്യമുള്ളതൊന്നും അല്ലാതെ എന്തെങ്കിലും ഒരു പുതിയ തോട്ട് എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിച്ചു. അപ്പം ഞങ്ങളുടെ ഒരു സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ഈ വക്കീൽ പണിയുടെ ഇടയിലൊക്കെ ഞങ്ങൾ ഇതിനു വേണ്ടി അവസരം ചോദിച്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസരങ്ങൾ ഇന്നത്തെ അത്രയും ഇതല്ല. കാരണം ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പല മാധ്യമങ്ങളിലും ഒരു ഷോർട്ട് ഫിലിം ചെയ്താൽ പോലും എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടല്ലെങ്കിലും കുറേയൊക്കെ ബോധ്യപ്പെടുത്താൻ പറ്റും. മീഡിയാസ് അത്രയും അന്ന് അതൊന്നും പറ്റില്ല. ഇപ്പം ഞങ്ങൾ എഴുതുന്ന സ്ക്രിപ്റ്റ് എഴുതി വായിച്ചു കേട്ടാൽ തന്നെ മാത്രമേ പറ്റുള്ളൂ ഇതിനകത്തൊരു സ്ക്രീൻ പ്ലേ ഒരു സിനിമയ്ക്ക് പറ്റിയതുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. ഇന്ന് അതല്ല, ഒരുപാട് ഷോർട്ട് ഫിലിമായിട്ടും ഓപ്ഷൻസ് ഉണ്ട്, ഒഡീഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരാൾക്ക് വരണമെങ്കിൽ കഥകൾ ഇൻവൈറ്റ് പല സ്കൂളുകളും വർക്ക്ഷോപ്പുകളും നടത്തുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഉണ്ട് ഇന്ന്, അതനുസരിച്ച് കോമ്പറ്റീഷനും ഉണ്ട്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ ചാൻസ് ഒക്കെ ചോദിച്ച്, അല്ലെങ്കിൽ ചാൻസ് അല്ല, കഥയൊക്കെ കേൾപ്പിച്ച് തന്നെ കുറച്ച് നാൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പീരീഡിൽ. പിന്നെ ഏതിനകത്തും ഒരു കാര്യം നമുക്കൊരു ഇതുണ്ടെങ്കിൽ അത് എത്താൻ പറ്റും, പിന്നെ തിരിച്ചറിയാനും പറ്റും. എൻ്റെ അടുത്ത് വിഷ്ണു ഒന്ന് ഇതുപോലെ പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മെൻ്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് പറഞ്ഞ് കുറച്ച് നേരം ഒരു ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഉണ്ട് എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നത് നമുക്ക് കിട്ടുമല്ലോ. അത് അപ്പം അത് തന്നെയാണ് എല്ലാത്തിനും വേണ്ടത്. നമ്മൾ ചെയ്യാൻ പോണ ആ ഒരു ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനകത്ത് മാർഗങ്ങൾ പലതും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മളത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരിത്. റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ മൂവിയെ പറ്റിയ, റോബിൻ ഹുഡ് ഇതുവരെ മലയാള സിനിമ കാണാത്തൊരു മൂവിയായിരുന്നു. കാര്യം ആ സമയത്താണ് ATM ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ എന്ത് പറയുന്നു അതായിരുന്നു മലയാളികൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. കാര്യം അങ്ങനെ ഒരു റോബറി നടത്താൻ പറ്റുമെന്നോ ഒന്നും ആരും വിചാരിച്ചിട്ടില്ല. അതും അതിൽ വില്ലൻ ക്യാരക്ടർ ചെയ്ത് ബിജു മേനോനായിരുന്നു. അദ്ദേഹം ആ സമയത്ത് വില്ലൻ റോൾസ് കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിങ് ആക്ടറായിട്ടൊക്കെ ഹീറോ ചെയ്യുന്നേക്കാൾ കൂടുതൽ വില്ലൻ റോൾസ് ആയിരുന്നു. പക്ഷേ ഇതിൽ കുറച്ച് ഒരു ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു. ഈ വില്ലന് പോലും ഒരു കഥ പറയാനുണ്ടായിരുന്നു. റോബിൻ ഹുഡ് എന്ന് പറയുന്ന തോട്ടിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതും ഞാനീ പറഞ്ഞ പോലെയാണ്. അത് നമ്മൾ പല കഥകളും പറയുമ്പോൾ ഇപ്പോൾ ലാൽ ജോസ് ആണെന്ന് ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ഫീൽഡ് ഈ ലോയും ഇതൊക്കെ ആകുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതിനകത്ത് ഒരു കഥ കണ്ടെത്താൻ പറ്റാത്തത്? അല്ലെങ്കിൽ അതല്ലേ ശ്രമിക്കേണ്ടത് നിങ്ങളെപ്പോൾ ഉള്ളവർ എന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്? എന്തു വേണമെങ്കിലും ആവാമല്ലോ, ഒരു കള്ളൻ്റെ കഥ പറയാം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാഷ്വലായിട്ട് പറഞ്ഞു പോയതിൽ നിന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു കള്ളൻ്റെ കഥ പറയുമ്പോൾ സിനിമയുള്ള കാലം തൊട്ട് കള്ളൻ്റെ കഥ പറയുമ്പോൾ കഥകളും ഒക്കെ ഉള്ള സമയം എന്താ ഡിഫറെൻ്റായിട്ട് പറയാൻ പറ്റുന്നത് എന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് അന്ന് ATM ഒക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇതേപോലെ എല്ലാവരുടെയും കയ്യിൽ ഇത്ര ജനകീയമല്ല സാധനം ഈ ATM കാർഡും. ആ ATM വന്ന സമയത്ത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇതിനകത്ത് ഇത്രയും കാശ് കിട്ടും ഈ പെരുവഴിയിൽ വെച്ച് കഴിഞ്ഞാൽ ആരെയും കുത്തിപ്പൊളിച്ച് കൊണ്ടുപോകില്ലേ. അപ്പോൾ അത് കുത്തിപ്പൊളിച്ച് കൊണ്ടുപോകുന്ന ഒരു കള്ളനെ ഞങ്ങൾ അവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ റോബറിയും പോലെ തന്നെയാവും. ഏത് ബാങ്ക് റോബറി ആയാലും വീട് റോബറി ആണെങ്കിലും ഇതൊക്കെ ഡിഫറൻസ് ഒന്നുമില്ല. പൈസ ഇട്ട് വെച്ചേക്കുന്ന ഒരു സാധനം തല്ലി പൊളിച്ച് കൊണ്ടുപോകാൻ വലിയ ബ്രില്യൻറ്റ് ഒന്നും വേണ്ട. അപ്പോൾ ഇതിനെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതൊരു സയൻറ്റിഫിക് സംഭവമാണ്. ഇതിനകത്ത് ഒരു കൃത്യമായിട്ടൊരു ഇലക്ട്രോണിക് സംവിധാനമുണ്ട് എന്നൊക്കെ പറയുന്ന സംഭവം നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ മെക്കാനിസം? ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു കള്ളന് വരാൻ പാടില്ലേ എന്നൊക്കെയുള്ള തോട്ട് അങ്ങനെയാണ് വന്നത്. അപ്പോൾ അന്ന് ശരിക്കും ഞങ്ങൾ പറയുന്ന ATM റോബറി നമ്മൾ സിനിമയിൽ കാണിക്കുമ്പോൾ
ടെക്നിക്കലി അത് കാണിച്ചതെല്ലാം ചിലപ്പോൾ പെശകായിരിക്കും. അതിന് പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് സാധനമുണ്ട്. അതായത് എല്ലാ ഇലക്ട്രോണിക് മാഗ്നറ്റ് ഇതും ഒരു വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നും ഇത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു, ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളത് ഒരു സയൻസാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഫിക്ഷണലായിട്ട് ഒരു സംഭവം ഉണ്ടാക്കുകയാണ്. അതൊരു പക്ഷേ അന്ന് നമ്മൾ പറയുമ്പോൾ ഇത് ഇന്ന് വേണമെങ്കിൽ അതൊക്കെ പോസിബിളാണ്. അത്രയും എളുപ്പമായി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഈ പറയുന്ന മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു സാധനം സിനിമയിലെ കാണിക്കും. ആ മാഗ്നറ്റിക് സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കാൻ വരുന്ന മെഷീനാണ് ആർട്ട് ഡയറക്ടർ അതിന് വേണ്ടി സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു വളരെ സാങ്കല്പികമായിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഈ പോലും മേക്ക് ബിലീഫാണ് സിനിമ. ഇത് വിശ്വസിപ്പിക്കുകയാണ്, ഓ ഇങ്ങനെയൊക്കെയാണോ ഇതിൻ്റെ മെക്കാനിസം എന്ന് തോന്നിക്കൊണ്ട് നമ്മളൊരു പുതിയ കഥ പറഞ്ഞു, ഇതിനിങ്ങനെ പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുതിയ ഒരു കള്ളൻ്റെ കഥ പറഞ്ഞു. ചേട്ടൻ്റെ സിനിമകളിൽ മാത്രമല്ല ക്യാരക്ടേഴ്സിലും ഒരു ഡിഫറൻസ് ബാക്കി മലയാള സിനിമയായിട്ട് കണ്ടുവരുന്നുണ്ട്. അന്ന് മലയാളികൾ ഒരു 10 പേരെ ഒരാൾ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവില്ലാതെ ആരും അംഗീകരിക്കില്ല, മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലാതെ. ഞാൻ കേട്ടിട്ടുണ്ട് മല്ലു സിംഗിനെ പറ്റി. ആദ്യം പൃഥ്വിരാജിനെയായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം ഉണ്ണിമൂന്തൻ എന്ന യുവനടനിലേക്ക് എത്തി. അത് ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. കാര്യം ഒരു പുതുമുഖ നടനാണ്, 10 പേരെ ഇടിച്ചിടുന്നു. ബിജു മേനനെ പോലെ ഒരു നടനെയും കുഞ്ചാക്കോവിനെ പോലെ ഒരു നടനെയും സൈഡിലാക്കി കൈഡി മൊത്തം വാങ്ങുന്ന ഉണ്ണിമൂന്തനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയോ അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ചിന്ത? അല്ല, അതിനകത്ത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാനും വൈശാഖും കൂടി അതിൻ്റെ ഒരു തോട്ട് പറയുമ്പോൾ തന്നെ വൈശാഖിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് രാജുവിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു. പൃഥ്വിരാജ് അത് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാരവനിലിരുന്ന് 10 മിനിറ്റ് ഒരു ഷൂട്ടിൻ്റെ ഇടയിൽ ഞാൻ പോയി കഥ പറയുമ്പോൾ തന്നെ പറഞ്ഞത്, ചേട്ടാ ഇത് നമ്മൾ ചെയ്യുന്നു, നമുക്ക് പഞ്ചാബിൽ ഒരു യാത്ര നടത്തണം, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, രാജുവിനോട് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ നമ്മൾ പോകണം, എന്നിട്ട് വേണം പഞ്ചാബ് എന്താണെന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് പൃഥ്വിരാജ് അത് കമ്മിറ്റ് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ ഡേറ്റിൻ്റെ ക്ലാഷൊക്കെ വന്നിട്ട് അന്ന് പൃഥ്വിരാജിനെ ചെയ്യാൻ പറ്റാണ്ട് വന്നു ആ സിനിമ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ണിയെ സത്യത്തിൽ അതിനകത്ത് ഇപ്പോൾ അതിനകത്ത് ആസിഫ് ചെയ്ത മല്ലു സിംഗ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, യഥാർത്ഥ ഹരീന്ദർ സിംഗ്. ഹരീന്ദർ സിംഗിന് വേണ്ടി ഞങ്ങൾ കണ്ടുവച്ചിരുന്നത് ഉണ്ണി ആദ്യം. പക്ഷേ നമുക്ക് അന്നും അറിയാം ഉണ്ണി ഒരു ഹീറോ സ്റ്റഫ് തന്നെയാണ്. അയാളുടെ സൗന്ദര്യം കൊണ്ടും ശരീര ഇതുകൊണ്ടും ഒക്കെ ഒരു ഹീറോയിന് പറ്റിയൊരു മെറ്റീരിയലാണെന്ന് എനിക്കും വൈശാഖിനൊക്കെ അന്ന് ബോധ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ഇതിനകത്ത് ആ ഉണ്ണിയുടെ ഇത് വെച്ചിട്ട് അങ്ങനെ യഥാർത്ഥ ഹരീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയ കഥാപാത്രമാണെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ചെന്ന് അത് പറയാൻ വേണ്ടി ഞങ്ങൾ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോഴാണ് ഈ ഡേറ്റ് ക്ലാഷൊക്കെ വരുന്നത്. അപ്പം ഞങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു കെട്ടുറപ്പുള്ള തിരക്കഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സിനിമയ്ക്കുള്ള എല്ലാ ഇതും അതിനകത്തുണ്ട്, ഒരു കൊമേഴ്സ്യൽ സിനിമയ്ക്ക്. ഇതിനകത്ത് ഹരീന്ദർ സിംഗ് എന്ന് പറയുന്ന കഥാപാത്രം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ത് വിശ്വസിപ്പിക്കാൻ പറ്റും? ഇങ്ങനൊരു സംഭവം നടന്നു, നാട്ടുമ്പുറത്തുനിന്നൊരു ഹരി പഞ്ചാബിൽ പോയിട്ട് ഹരീന്ദർ സിംഗ് മല്ലു സിംഗ് എന്ന് പറഞ്ഞ് അവിടെ ഹരീന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് വിശ്വസിപ്പിക്കാൻ പ്രേക്ഷകനെ പറ്റുമെങ്കിൽ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിപ്പിക്കാൻ പറ്റും. അപ്പം അത് വിശ്വസിക്കാണ്ടായാൽ മാത്രമാണ് ഈ പറയുന്ന 10 പേരെ 20 പേരെ ഇടിക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാണ്ട് വരുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ബേസ് ആ ഒരു നോട്ട് കറക്റ്റായിരുന്നു, എൻ്റെ ഇമോഷൻ കറക്റ്റായിരുന്നു. എന്തിനു വേണ്ടി ഹരി നാട് വിട്ട് പഞ്ചാബിൽ പോയി, സ്വന്തം അച്ഛൻ മുമ്പിൽ വന്നു നിന്നാലും ഞാൻ ഹരിയല്ല എന്ന് പറയണമെങ്കിൽ ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ കറക്റ്റായിരുന്നു. ആ സിനിമയുടെ തിരക്കഥയുടെ ഏറ്റവും വലിയ ഇത് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് പ്രേക്ഷകനെ കൃത്യമായിട്ട് ആ ഇമോഷനും എല്ലാം വിശ്വസിപ്പിക്കാൻ പറ്റി. അപ്പോൾ അതിനകത്ത് അയാൾ ചെയ്താൽ ഓക്കെയാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു പുതുമ, ഒരു ഇതുമില്ലാണ്ട് പ്രിറ്റൻഷനും ഇല്ലാണ്ട് രാജു വന്നു കഴിയുമ്പോൾ നമുക്കറിയാം പൃഥ്വിരാജാണ്, ഇതൊരു പുതിയ ഒരാളെ നമ്മൾ അവതരിപ്പിക്കാം. ഉണ്ണി അത്രയും പരിചിതനല്ല. അപ്പോൾ ഇത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് അയാളൊരു പഞ്ചാബിയായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിന് ഗുണം ചെയ്തു സിനിമയ്ക്ക് പിന്നെ നോക്കുമ്പോൾ. അങ്ങനെയാണ് അതിനകത്തേക്ക് വന്നത്. നമ്മുടെ വീഡിയോസിൽ നമ്മളെന്തെങ്കിലും പേരാലോചിച്ച് പ്രഡിക്റ്റ് ചെയ്യുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് കാർഡ്സ് കാര്യം ഞാൻ എൻ്റെ കോളേജ് ടൈമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാർഡ്സും അങ്ങനത്തെ കാര്യങ്ങളാണ്, കൂട്ടുകാരെ പറ്റിക്കാനൊക്കെ. പക്ഷേ നമ്മൾ ഇത് പ്രൊഫഷണലി എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ മെൻ്റലിസം കൂടുതൽ ചെയ്തു തുടങ്ങിയപ്പോൾ ആൾക്കാർ തിങ്ക് ചെയ്ത കാര്യങ്ങൾ, പാട്ട് പ്രഡിക്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഞാൻ ഇന്ന് ചേട്ടൻ്റെ മുമ്പിൽ ബിക്കോസ് എനിക്ക് ചേട്ടൻ്റെ റോബിൻ ഹുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ
അതിൽ വന്നേക്കുന്ന തോട്ട് ATM റോബറി അല്ലേ. ഞാൻ അതുപോലെ ചേട്ടൻ്റെ ഫോൺ വെച്ചൊരു സംഭവം ട്രൈ ചെയ്യട്ടെ. ശരി, ഞാൻ ചേട്ടൻ്റെ ഫോണൊന്ന് എടുത്തോട്ടെ. ഞാൻ ലോക്ക് മാറ്റി. ലോക്ക് മാറ്റണ്ട ഞാൻ. ഓക്കെ ഓക്കെ, ഞാൻ ഈ പാറ്റേൺ ട്രൈ ചെയ്ത് നോക്കട്ടെ. ശരി. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആണോ അതൊരു സിമ്പിൾ വൺ ആണോ? സിമ്പിൾ വൺ ആണ്. ഓക്കെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരു പാറ്റേൺ ആണ്. ഓക്കെ ചേട്ടാ, ജസ്റ്റ് ഇമാജിൻ ആ പാസ്വേഡ് ചേട്ടൻ ഇങ്ങനെ ഡ്രോ ചെയ്യാമെന്ന് ചേട്ടൻ വിചാരിക്കുക. എന്നെ മാത്രം ഫോക്കസ് ചെയ്യണം, എന്നെ മാത്രം തിങ്ക് ചെയ്യണം, വേറെ ഒന്നും ഫോക്കസ് ചെയ്ത് ജസ്റ്റ് ഇമാജിൻ ആ ലോക്ക് ചേട്ടൻ കാണാം. ജസ്റ്റ് ഇമാജിൻ. ഓക്കെ ഓക്കെ, ആ ലോക്ക് ചേട്ടൻ ഒരു സ്ഥലത്ത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് തുടങ്ങുന്ന പോലെ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അതുപോലെ തന്നെ എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഇമാജിൻ ചെയ്യുക. ഓക്കെ ഓക്കെ, ജസ്റ്റ് ചേട്ടൻ ഒന്നുകൂടെ ഒന്ന് വിചാരിക്കാവോ ആ ലോക്ക് ചേട്ടൻ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഓക്കെ ഓക്കെ ഓക്കെ, തിങ്ക് അബൌട്ട് ദ പാസ്വേഡ്. ഓക്കെ ചേട്ടാ, ക്യാൻ യു തിങ്ക് റിപ്പീറ്റഡ്ലി ആ പാസ്വേഡ്? വേറെ ഒന്നും തോട്ടിലേക്ക് വരണ്ട, അത് മാത്രം, ആ പാസ്വേഡ് മാത്രം തിങ്ക് ചെയ്യുക, വേറെ ഒന്നും വിചാരിക്കണ്ട. ഓക്കെ ചേട്ടാ, തിങ്ക് അബൌട്ട് ദ പാസ്വേഡ്. റിപ്പീറ്റഡ്ലി ആ പാസ്വേഡ് തന്നെ തിങ്ക് ചെയ്യുക. എൻ്റെ കണ്ണിലേക്ക് മാത്രം നോക്കാവോ, കുറച്ചും കൂടി റിപ്പീറ്റഡ്ലി തിങ്ക് ചെയ്യാവോ. ഇതൊരു കോംപ്ലിക്കേറ്റഡ് പാസ്വേഡ് അല്ല അല്ലേ? ഓക്കെ അല്ല. സ്റ്റിൽ ദ ഫോൺ ഈസ് ലോക്ക്. ഓക്കെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. അൺലോക്ക്. റോബിൻ ഹുഡിൻ്റെ അത്രയല്ലേ ഒന്നും കൊള്ളാം. ഈ ഞാൻ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഈ നിങ്ങളുടെ ഇതുണ്ടല്ലോ, ഈ മെൻ്റലിസ്റ്റ്, ഇപ്പം നമ്മൾ കുറേ വീഡിയോസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ അറിയാവുന്നതൊക്കെ, അപ്പോൾ ആദിയുടെയൊക്കെ കണ്ട്. അതെ, നിങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുന്നത് ഭയങ്കര എന്താണ്, ഇങ്ങനെ പ്ലീസിങ് ആയിട്ട് നമ്മുടെ ഇങ്ങനെ പറയണ്ട എന്ന് തീരുമാനിച്ചാലും മേടിച്ചെടുക്കണ പോലെ. അതിന് വല്ല ട്രെയിനിങ് എല്ലാത്തിൻ്റെ മിക്സാണിത്. മാജിക്, മൈൻഡ് റീഡിങ്, ഹിപ്നോട്ടിസ് എല്ലാത്തിൻ്റെ മിക്സാണ്. ഓക്കെ, അത് എല്ലാവരിലും അത്ര കണക്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ മോസ്റ്റ്ലി കണക്റ്റ് ആവാറുണ്ട്. പിന്നെ ഇത് രീതി അധികം കാണാത്തൊരു പരിപാടിയാണ്. എൻ്റെ കൂടെ ക്യാമറ ചെയ്യുന്ന അക്ഷയാണ്. അപ്പോൾ അക്ഷയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടന് മലയാളം മൂവിക്ക് അത്രയും യൂണീക്കായിട്ടുള്ള സാധനം തന്നിട്ടുള്ള ആളാണ്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും യൂണീക്കായിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറയാറുണ്ട്, റോബിൻ ഹുഡ് പോലൊരു സാധനം ട്രൈ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്ത് വന്ന് ഫോൺ അൺലോക്ക് തന്നെ ചെയ്യണം. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇത്. എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, മല്ലു മെൻ്റലിസ്റ്റ് വിഷ്ണു എന്ന് പറഞ്ഞു. അതിൽ ഞാൻ ഇതുപോലെ ഒരു ലേഡിയുടെ ഫോൺ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചേട്ടൻ്റെ ചെയ്തപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. കൊള്ളാം. ഒന്ന് സംസാരിക്കുന്ന ഒരു രീതിയും നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയണ്ടെന്ന് തീരുമാനിച്ചാലും പലതും പറയുന്നത്. ഇപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ എൻ്റെ അടുത്തൊരു ഇത് കാണിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി തന്നെ ചോദിക്കുന്നത്. റോബിൻ ഹുഡിനെ കുറിച്ച് ചോദിച്ചതും ചോക്ലേറ്റിനെ കുറിച്ച് ചോദിച്ചതും മല്ലു സിംഗിനെ കുറിച്ച്, അതിന് എനിക്ക് ആൻസർ വേണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വിഷ്ണു എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവർ എന്തെങ്കിലും സിനിമയുടെ കാര്യങ്ങളോ കഥയുണ്ടെന്നോ അല്ലെങ്കിൽ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്നവർ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ പറയും, എത്രയും വേഗം പാക്ക് ചെയ്യും. കാരണം നമുക്ക് വലിയ ഇതുള്ളൊരു സംഭവമൊന്നുമല്ല. പക്ഷെ നമ്മളന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു, ജസ്റ്റ് വന്നു കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കണേക്കാൾ കൂടുതൽ എൻ്റെ അടുത്ത് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാനൊരു ഇൻ്റർവ്യൂവിന് ഉത്തരം തരുന്ന പോലെ തന്നിട്ടുണ്ട് ഇല്ലേ? അന്ന് എല്ലാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോണ സിനിമകളെ കുറിച്ച് പറഞ്ഞു, എൻ്റെ കഥകളെ കുറിച്ച് പറഞ്ഞു, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഇതിങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ വല്ല ട്രെയിനിങ് കൊടുക്കണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയാണ്. ഞാനപ്പോൾ പ്രതീക്ഷിച്ച വിഷ്ണു ഇങ്ങനെ വരണമെന്ന് പറയുമ്പോൾ കുറച്ച് കാർഡ്സ് വെച്ചുള്ള കാര്യങ്ങൾ നാച്ചുറലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് എന്ന് വെച്ചു. അപ്പോൾ ആദ്യത്തെ ഇത് തന്നെ
ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിക്കുന്നൊരു പരിപാടിയായിരുന്നു. താങ്ക് യു. കുറേയും കൂടി എന്താണ് നമ്മളത് ഇപ്പോൾ വിഷ്ണു ഇവിടുന്ന് പോയാലും എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു സംഭവം. ഒരു കാര്യം കണ്ടു കഴിഞ്ഞിട്ട് ഒരു മെൻ്റലിസ്റ്റ് ഇതിൻ്റെ ഒരു സാധനം കാണിച്ച് പോയി കഴിയുമ്പോൾ ഞാൻ മറന്നു പോകണേ. നമ്മുടെയൊക്കെ എപ്പോഴും പറയും ഒരു സിനിമ കണ്ട് ഇറങ്ങി കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അത് മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ സിനിമകൾ. അതല്ലാണ്ട് അത് ഹോൾഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു അതിനകത്താണ് ആർട്ട് ശരിക്കും ഇതുള്ളത്. അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നിയത് അങ്ങനൊരു സംഭവം ഇപ്പോൾ വിഷ്ണു കാണിച്ചു. അത് പോയി കഴിഞ്ഞാലും ഒരുപക്ഷെ കുറേ നേരത്തേക്ക് എന്നെ ഇതെങ്ങനെയായിരിക്കും എന്നുള്ള ആലോചനയിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ഒരു സിനിമയ്ക്കും വേണ്ടത്, അല്ലെങ്കിൽ ഏത് കലയ്ക്കും വേണ്ടത്. കണ്ട് മറക്കാനായിരിക്കരുത്. ഇപ്പം ഞാനും ചെയ്തിട്ടുണ്ട്, കണ്ട് മറക്കേണ്ട സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. 10-16 സിനിമയിൽ പലതുമുണ്ട്. പക്ഷെ അതൊന്നും ആയിരിക്കരുത്. എന്തെങ്കിലും നമുക്കൊരു തോട്ട്, ഇതെന്താണ് അങ്ങനെ, ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ. ചിലപ്പോൾ നമ്മുടെ സിനിമയിൽ നിന്ന് ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്തിരുന്നത് നന്നായതിനെന്ന് തോന്നുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയം തന്നെയാണ്. കാരണം ഒരാളെ അങ്ങനെ ചിന്തിപ്പിക്കണമല്ലോ. ഇയാൾ ചെയ്തത് ഇതല്ല, ഇയാൾ ചെയ്തത് ശരിയല്ല, മോശമാണ്, പക്ഷെ ഇങ്ങനെ ചെയ്തിരുന്നേ നന്നായാനെ എന്ന് തോന്നണമെങ്കിൽ സീറോയിൽ നിന്നാണ് നമ്മളൊരു ആർട്ട് ഫോം ഉണ്ടാവണം. അപ്പോൾ അത് ചിന്തിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഒരു കലാകാരൻ്റെ വിജയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു ആർട്ടുണ്ട്, ഈ പറയുന്ന എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. ചേട്ടൻ്റെ കൂടെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അത്ര നോളജാണ് അത്. കാര്യം ചേട്ടൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൂവി മുതലായിരിക്കില്ല, അതിനും വർഷങ്ങൾക്ക് മുമ്പ് കഷ്ടപ്പാടിയെന്നാണ് ഒരു മൂവി വരുന്നത്. നമുക്ക് ഒരു ലക്ഷ്യത്തിലെത്താനുള്ളൊരു സ്ട്രഗിൾ എപ്പോഴും ഉണ്ട്. അത് കിട്ടാണ്ടിരിക്കുന്നിടത്തോളം നമുക്ക് തോന്നണത് എന്താ വെച്ചാൽ നമുക്ക് സാധ്യമാവുന്നില്ലേ, അല്ലെങ്കിൽ എങ്ങനെയാവും എന്നൊക്കെ പറയുന്ന. ഇപ്പം നമ്മളൊരു എന്താണ് ഫിസിക്കൽ ഇത് എഫേർട്ട് മാത്രമല്ലല്ലോ എഫേർട്ട് എന്ന് പറയണേ, മെൻ്റലി ഒരു അതിനകത്തേക്ക് ചിന്തകളും ഇതൊക്കെ തന്നെ വലിയൊരു എഫേർട്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് വരുമ്പോൾ വിഷ്ണു പറഞ്ഞു എനിക്ക് എന്തെങ്കിലും റോബിൻഹുഡ് സിനിമയൊക്കെ ഉണ്ടാണ്, അപ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവം ചെയ്യണം. പ്രത്യേകിച്ചും ഒരു എന്താണ് ടെക്നിക്ക് വൈസ് ഇത്ര ഇതായിട്ടുള്ളത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതിന് മെൻ്റൽ ഒരു സ്ട്രെയിൻ എടുക്കുന്നത്. എന്തായിരിക്കും അത് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ, ഇതൊരു സ്ട്രഗിൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ട്, വിഷ്ണുവിനുണ്ട്. ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കലയുണ്ടോ അതിനകത്തൊക്കെ സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ പലപ്പോഴും പലരും കാണാണ്ട് പോകുന്നതും അതൊക്കെ തന്നെയാണ്. ഒരു ഫിസിക്കൽ ഇത് ചെയ്യുന്നതാണ് നമ്മൾ അധ്വാനമായിട്ട് കാണുന്നത്. എല്ലാവരിലും ഉണ്ട് അധ്വാനം. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ആരുടെ അടുത്താവട്ടെ ഞാൻ ഒരു മെൻ്റലിസ്റ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, അത് ആത്മവിശ്വാസത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് നാളുകളുടെ ഒരു കാലങ്ങളുടെ ഒരു അധ്വാനമുണ്ട്. തീർച്ചയായും എല്ലാവർക്കും പറയാൻ പറ്റില്ലല്ലോ. 2 ട്രിക്ക് എന്തെങ്കിലും പഠിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഒരു മെൻ്റലിസ്റ്റാണ്, ഞാൻ പറ്റില്ല. മെൻ്റലിസ്റ്റ് ആണെന്ന് വിഷ്ണു പറഞ്ഞ പോലെ ആത്മവിശ്വാസത്തോടെ ആരുടെ അടുത്തും. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, നമുക്ക് ആരെങ്കിലും കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ അടുത്തൊക്കെ പൊക്കൂടെ, ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഇപ്പോൾ പൊക്കൂടെ എന്ന് ചോദിച്ചു. ഇപ്പം നിങ്ങളുടെ ടൂറിൻ്റെ ഭാഗമായിട്ട് തന്നെ ലൊക്കേഷൻ സന്ദർശിച്ചൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പോവാം, ആരാണെങ്കിലും. ഞാൻ ചോദിച്ചു ചിലപ്പോൾ ലാലേട്ടൻ്റെ ഒരു പടം നടക്കുന്നുണ്ട്, അവിടെ ഒരു ഇത് കിട്ടി, ഞാൻ പോവാം എന്ന് പറയുമ്പോൾ ആ ഒരു ആത്മവിശ്വാസമുണ്ട്. എന്നെ ഒരു മെൻ്റലിസ്റ്റായിട്ട് എനിക്ക് അവതരിപ്പിക്കാൻ പറ്റും എന്ന് പറയുന്ന ആത്മവിശ്വാസം. ആ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ഒരു അധ്വാനമുണ്ട്. അത് ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് കിട്ടുന്നില്ല. ആ അധ്വാനമാണ് ആരും കാണാണ്ട് പോകുന്നത് അല്ലേ. അതെ, തീർച്ചയായും. ഇതെല്ലാവർക്കും ഉണ്ട്, എല്ലാ കലാകാരന്മാർക്കും എല്ലാവർക്കും ഉണ്ട്. ചേട്ടാ, ഇത്ര നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനും നമ്മളെ ഇൻസ്പയർ ചെയ്തതിനും താങ്ക് യു സോ മച്ച്. നന്ദി. എനിക്കും ഇതായിരുന്നു. കാരണം വേറൊന്നുമല്ല വിഷ്ണു, ഇതിനകത്ത് നമ്മളൊരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ ഒരു പാഷനെ എപ്പോഴും ചേസ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് അത് ഞാൻ പലപ്പോഴും കൗതുകത്തോടെ നോക്കിക്കാറുണ്ട്. അത് വിഷ്ണുവിലുണ്ട്. അതുകൊണ്ട് 100% ഉറപ്പാണ് സക്സസ്ഫുൾ ആയിരിക്കും. ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മെൻ്റലിസ്റ്റായിട്ട് അന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തു, അത് ഇന്ന വിഷ്ണുവാണ് എന്ന് പറയാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.